Morning. Today we are discussing capital structure. Capital structure simply refers to the makeup of a capitalization of a firm. In short, a capital structure means the proportion of debt and equity in the total capital of a company. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള പ്രൊപ്പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള പ്രൊപ്പോർഷനെയാണ് നമ്മൾ എന്താ പറയുക, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആവശ്യമായ ക്യാപിറ്റൽ എവിടെ നിന്ന് റേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് റേസ് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് റേസ് ചെയ്യാം, ഡിബഞ്ചേഴ്സ്, ബോറോയിങ്സ്, അതിൻ്റെ റേഷ്യോസ്, പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഡിസിഷനാണ് ഇത് വരുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നത്. നോക്കാം. അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ പ്ലാൻ, not only the capitalization is determined, but the nature and type of the capital is also decided. In the capital structure decision, it is determined from which sources and how much finance should be raised. Thus, under capital structure, we determine the proportion in which capital should be raised from different securities. Capital structure will determine the proportion in which capital should be raised. ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ടാവും. ആ സോഴ്സസ് നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു ടോട്ടൽ ക്യാപിറ്റൽ ഒരു 10 lakh ആണെന്ന് വിചാരിക്കുക. കമ്പനീൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ 10 lakh ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 lakh ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സോഴ്സ് കാണുന്നത്? ഈ 10 lakh തീർത്തും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടാണോ കണ്ടെത്തുന്നത്? അതല്ല 10 lakh തീർത്തും പ്രിഫറൻസ് ഷെയർസാണോ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സാണോ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും കൂടിയാണോ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും കൂടിയാണോ എന്നുള്ള ഡിസിഷനാണ് ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നത്. Capital structure is the part of financial structure that represent long-term resources. അത് ലോങ് ടേം റിസോഴ്സസ് ആണ്. ഇക്വിറ്റി ഷെയർസ് ആയാലും പ്രിഫറൻസ് ഷെയർസ് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലും ഇതൊക്കെ ലോങ് ടേം ആണ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് റെഫേഴ്സ് ടു ദ മിക്സ് ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് സച്ച് ആസ് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ, ഇൻക്ലൂഡിങ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റിട്ടേൺഡ് ഏർണിങ്സ്. Management should determine the capital structure in such a manner that the cost of capital of the firm is minimum. എപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആക്കാൻ ശ്രമിക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് മാക്സിമം. വാല്യൂ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് മാക്സിമം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടാം, മാർക്കറ്റ് പ്രൈസ്, ഏർണിംഗ് പെർ ഷെയർ കൂട്ടാനാണ് എപ്പോഴും മാനേജ്മെൻറ്റ് ശ്രമിക്കുക. അത് ഇക്വിറ്റി ഏത് രീതിയിൽ എത്ര പോർഷൻസ് എടുക്കണം, 50 എടുക്കണം, 20 എടുക്കണം, എന്നിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആക്കുകയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടാനാണ് എപ്പോഴും മാനേജ്മെൻറ്റ് ശ്രമിക്കുക. The value of the firm to shareholders is maximum when the market price of the ordinary share is maximum. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രൈസ് മാക്സിമം ആക്കാം, വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാം. വാല്യൂ ഓഫ് ദ ഫേം to shareholders is maximum when the market price of ordinary share means equity shares maximum ആക്കാൻ എപ്പോഴും മാനേജ്മെൻറ്റ് ശ്രമിക്കും. The capital structure of the firm can be have the following pattern. To acquire the fund only issuing ordinary shares, equity shares മാത്രം ഇഷ്യൂ ചെയ്യണോ, അതിൽ ടു അക്വയർ ദ ഫണ്ട് ബൈ ഇഷ്യൂയിങ് പ്രിഫറൻസ് ഷെയർസ് മാത്രം ചെയ്യണോ, ടു അക്വയർ ദ ഫണ്ട് ഓൺലി ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഈ ഒരു പാറ്റേൺ ആണ് എപ്പോഴും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് ഉണ്ടാകും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടാണ്. നോക്കാം. ടോട്ടൽ ക്യാപിറ്റൽ ഇവിടെ വരുന്നത് 23,50,000 ആണ്. അതിൻ്റെ 10 lakh ഇക്വിറ്റി ഷെയർസാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 42% എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്.
പ്രിഫറൻസ് ഷെയർസ് 5 ലാക്കാണ്. അത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 21%. ലോങ് ടേം ഡിബെഞ്ചേഴ്സ് 2 ലാക്ക് 8.51%. റിട്ടേൺഡ് ഏർണിങ്സ് റിസർവ് ആൻഡ് സർപ്ലസ് ഒക്കെ ആയിട്ട് 6,50,000. ഇതൊരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ എത്ര പ്രൊപ്പോർഷനാണുള്ളത് നോക്കാം. ഒരു ടേം നോക്കാം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റ് വിച്ച് മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഈസ് മാക്സിമം ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് മിനിമം ആക്കുക. എന്നിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ആക്കുക. The capital structure is a capital structure at which market value per share is maximum. ഇപ്പോൾ ഫേസ് വാല്യൂ ഇപ്പോൾ ഇക്വിറ്റി ഷെയർസിന് 10 ഉള്ളൂ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 15 ഉണ്ട്. ഇൻക്രീസ് ആക്കാം. മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഈസ് മാക്സിമം ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം. പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഏതൊക്കെയാണ് അതിൻ്റെ സോഴ്സുകൾ, കമ്പനീൻ്റെ സോഴ്സുകൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ്. ഒന്ന് നമുക്കറിയുന്ന തന്നെയാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്, രണ്ടാമത്തത് ബോറോവ്ഡ് ഫണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ അകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റിട്ടേൺ ഏർണിങ്സ്, ഇതൊക്കെയാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ വരുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായാലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായാലും ഇവർക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, കമ്പനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് എന്തായിരിക്കും, ഡിവിഡൻ്റാണായിരിക്കും കൊടുക്കേണ്ടി വരിക, ലാഭത്തിൽ നിന്നുള്ള വിഹിതമാണായിരിക്കും കൊടുക്കേണ്ടി വരിക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കാം, 10% ഡിവിഡൻറ്റ്. അപ്പോൾ ലാഭം ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് 10% എന്ത് കൊടുക്കുന്നു, ഡിവിഡൻറ്റ് കൊടുക്കുന്നു, ലാഭവിഹിതം കൊടുക്കുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് എത്രയാണോ ബാക്കിയുള്ളത് ആ എമൗണ്ട് ഡിവിഡൻ്റായിട്ട് കൊടുക്കണം. റിസർവ് അത് ഡിവിഡൻറ്റ് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട് വെക്കും. അതും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് തന്നെയാണ്, പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് തന്നെയാണ്. പിന്നെ ബോറോവ്ഡ് ഫണ്ട്, ലോങ് ടേം ഡെപ്റ്റ്, അതായത് ഡിബെഞ്ചേഴ്സിനൊക്കെ കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ്. അത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോസ്, ഏറ്റവും നല്ല റേഷ്യോസ് വെച്ചിട്ട് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആക്കുക, എന്നിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുക. അതിനാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുക. അതായിരിക്കും ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 lakh നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 lakh ആണ് എന്ത് ടോട്ടൽ ക്യാപിറ്റൽ. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർസ് വേണം, എത്ര പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർസ് വേണം, അല്ലേ, എത്രയാണ് റിസർവ് ആൻഡ് സർപ്ലസ്, ബോറോവ്ഡ് ഫണ്ട് എത്രയാണ്, ഡിബെഞ്ചേഴ്സ് എത്രയാണെന്നുള്ള എന്നിട്ട് കണ്ടുപിടിക്കുക. അതാണ് ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമം ആക്കുക. Importance of a capital structure. Capital structure determine the risk assumed by the firm. റിസ്ക് എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. എത്രയാണ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിസ്ക് കൂടുതൽ. ഇക്വിറ്റി ഷെയർസ് കൂടുതൽ ഇഷ്യൂ ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും. അതേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നു. എത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്, അതേപോലെ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ്, ഡിബെഞ്ചേഴ്സിൻ്റെ കോസ്റ്റൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നു.
ഇറ്റ് എഫക്റ്റ് ദ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ഓഫ് ദ ഫേം. ഇല്ലേ, നമ്മൾ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാം ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ പിന്നെ അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. കാരണം എന്താ, ഇക്വിറ്റി ഷെയർസ് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിബഞ്ചറോ പ്രിഫറൻസ് ഷെയർസോ ആക്കി മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഒരു ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ കഴിഞ്ഞാൽ എന്താ ആ കമ്പനീൻ്റെ കാലാകാലം അതിനെന്ന് റിഡീം ചെയ്യാനൊക്കെ ഇപ്പോൾ ഒന്നും പറ്റില്ല. എന്നാൽ പ്രിഫറൻസ് ഷെയർസ് ആയാലും ഡിബഞ്ചർ ആയാലും റിഡീം ചെയ്യാം. എന്നിട്ട് ഡിബഞ്ചർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ആക്കാം. ഇല്ലേ, ഡിബഞ്ചർ എന്ന് വേണമെങ്കിൽ റിഡീം ചെയ്തിട്ട് റീപേയ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആക്കി മാറ്റാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ എന്തും കൂടി നോക്കണം, ഫ്ലെക്സിബിലിറ്റിയും കൂടി നോക്കണം. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ഓഫ് ദ ഫേം. അപ്പോൾ ഡിബഞ്ചർ കൂടുതൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ ലിക്വിഡിറ്റി കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റീനെയും ലിക്വിഡിറ്റീനെയും എഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ ഇറ്റ് എഫക്റ്റ് ദ കൺട്രോൾ ഓഫ് ദ ഓണർ ഓഫ് ദ ഫേം. അല്ലെ, 50% ഇക്വിറ്റി ഷെയർസാണ്, 40% ആണ് പ്രിഫറൻസ് ഷെയർസ്. ഇവിടെ ഒരു കൺട്രോൾ, കൂടുതൽ കൺട്രോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഇല്ലേ, ഒരു 20% മാത്രമേ ഇക്വിറ്റി ഷെയർസ് ഉണ്ടോ, ബാക്കി 80% ബോറോഡ് ഫണ്ടാണെങ്കിൽ ഇക്വിറ്റി ഷെയർസിന് കൺട്രോൾ കുറവായിരിക്കും. അപ്പോൾ ഇറ്റ് എഫക്റ്റ് ദ കൺട്രോൾ ഓഫ് ദ ഓണർ ഓഫ് ദ ഫേം. ഇതും